പ്രിയ വിദ്യാർത്ഥികളെ, നമ്മുടെ +1 കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കുറച്ച് കെമിസ്ട്രി ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ കെമിസ്ട്രി +1 കെമിസ്ട്രിയിലെ ടോപ്പിക്കുകളെ കുറിച്ചൊക്കെ നിങ്ങൾ അറിയാമെന്ന് വിചാരിക്കുന്നു. എങ്കിൽ കൂടി ഒരു ഫസ്റ്റ് ക്ലാസ് എന്ന നിലയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് +1 കെമിസ്ട്രിയിൽ 14 ചാപ്റ്ററുകളാണുള്ളത്. നമുക്ക് 60 മാർക്കിന്റെ ചോദ്യങ്ങളാണ് പബ്ലിക് എക്സാമിന് ഉണ്ടാവുക. 60 മാർക്ക് തിയറി, അതുപോലെ 20 മാർക്ക് സി. അങ്ങനെയാണ് +1 മാർക്കുകൾ. ആകെ 80 മാർക്കാണ്. അതിൽ 20 മാർക്ക് നിങ്ങൾ സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ്. അതുപോലെ 60 മാർക്ക് നമ്മുടെ എഴുതിക്കൊണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് മാർച്ച് മാസത്തിലുള്ള എക്സാമിന് അറ്റൻഡ് ചെയ്യണം. മാർച്ച് മാസത്തിലാണ് സാധാരണഗതിയിൽ എക്സാം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ ചില സാങ്കേതിക കാരണം നിങ്ങൾക്കറിയാം, ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യത്തിൽ എക്സാം ഏതാനും സമയത്തേക്ക് മാറിപ്പോകുന്നതെന്നൊക്കെ നിങ്ങൾക്കറിയാം. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററുകൾ ഒക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ സെക്കൻഡ് ചാപ്റ്ററാണ് എടുക്കുന്നത്. സെക്കൻഡ് ചാപ്റ്ററിന്റെ പേരാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നാണ് ചാപ്റ്ററിന്റെ പേര്. സ്ട്രക്ചർ ഓഫ് ആറ്റം. ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ 10th 9th ഒക്കെ ആയി പഠിച്ചിട്ടുണ്ടാകും. എങ്കിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10th 9th 10th അതുപോലെ അങ്ങനെയുള്ള ക്ലാസ്സുകളിൽ നിന്ന് പഠിച്ചതിനേക്കാളും കുറച്ചും കൂടി ഇത്തിരി കൂടുതൽ പഠിക്കാനുള്ളതേ ഉള്ളൂ. വളരെ സിമ്പിളായ ചാപ്റ്ററുകളാണ്. അതോടൊപ്പം തന്നെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ കൂടിയാണ്. കുറച്ച് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള പ്രോബ്ലങ്ങളും ഒക്കെ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു എൻട്രൻസ് ലെവലിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യനുകളൊക്കെ വരുന്നൊരു ചാപ്റ്റർ കൂടിയാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്റർ ടോപ്പിക്. ഓക്കെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് ആരംഭിക്കുകയാണ്. ചാപ്റ്റർ പേരാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം. അപ്പോൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘടന, ആറ്റത്തിന്റെ മാതൃക. ഓക്കെ അല്ലേ? ആറ്റത്തിന്റെ മാതൃക. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഒരു ആറ്റത്തിന്റെ മോഡലുകളൊക്കെ നിങ്ങൾക്ക് അറിയാല്ലേ. മിഡിലില്, സെൻട്രലില് ന്യൂക്ലിയസ്, ഇലക്ട്രോണുകൾ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നതായിട്ടൊക്കെയുള്ള ഒരു മോഡലുകൾ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ ഒരു മോഡൽ വരുന്നതിന് മുൻപായി ഓരോ സയന്റിസ്റ്റുമാരും അവരുടേതായ കാഴ്ചപ്പാടുകളിൽ വ്യത്യസ്തങ്ങളായ മോഡലുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കുറെ സയന്റിസ്റ്റുമാർ അവരുടേതായ കാഴ്ചപ്പാടുകളിൽ ഓരോ മാതൃക, ഒരു ആറ്റത്തിന് ഓരോ മോഡലുകൾ ഉണ്ടാക്കി. ആ മോഡലുകൾ ചെറിയ ഫോൾട്ടുകൾ, തെറ്റുകൾ ഉണ്ടായി. അങ്ങനെ അതിൽ നിന്നൊക്കെ അതൊക്കെ മാറ്റം വരുത്തിക്കൊണ്ടാണ് ഇപ്പോഴുള്ള മോഡലുകൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞുകൂടാ, ഈ രീതിയിലാണ് നിങ്ങൾക്ക് വരുന്നത്. എന്നാൽ ഇതിനു മുൻപായി സയന്റിസ്റ്റുമാർ മറ്റു ചില മോഡലുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ആറ്റത്തിന്റെ മോഡലിന്റെ ചരിത്രമാണ്, ഒരു ഹിസ്റ്ററിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അതിനു മുൻപായി ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കണം. ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഇത് H2O എന്ന് പറയുന്ന ഒരു മോളിക്യൂളാണ് അല്ലെ. H2O എന്ന് പറയുന്ന മോളിക്യൂളാണ്. മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, തന്മാത്ര എന്ന് പറയും അല്ലെ. അതുപോലെ ഇത് H2SO4 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ഈ തന്മാത്രയായ മോളിക്യൂളായ H2 എന്ന് പറയുന്ന ഇയാളെ ഞാൻ ഈ മുറിക്കുന്നു. അപ്പൊ മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 ഹൈഡ്രജനും 1 ഓക്സിജൻ ആറ്റവും കിട്ടും. സ്വാഭാവികമായും 2 ഹൈഡ്രജനും ഓക്സിജനും ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ട സ്പേസ് എത്രയാണ്? അതിനേക്കാളും കുറഞ്ഞൊരു സ്പേസ് ആയിരിക്കുമല്ലോ ഹൈഡ്രജൻ ആറ്റവും ഓക്സിജൻ ആറ്റത്തിനും ഉണ്ടായിരിക്കാൻ അല്ലെ. അതായത് മോളിക്യൂളുകളെ നമുക്ക് വിഘടിപ്പിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന അതിനേക്കാളും ചെറിയ പാർട്ടിക്കിളുകളെയാണ് നമുക്ക് എന്ത് പറയാം?
ആറ്റം എന്ന് പറയാം. തന്മാത്രയെ നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ, വിഘടിപ്പിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന അതിനേക്കാളും ചെറിയ പാർട്ടിക്കിളുകളെയാണ് നമ്മൾ എന്ത് പറയുക, ആറ്റം എന്ന് പറയും. ആറ്റം ഈസ് എ സ്മോൾ പാർട്ടിക്കിൾ ഒബ്റ്റൈൻഡ് ബൈ ദ ഡീകമ്പോസിഷൻ. ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ വിഘടിപ്പിക്കുക, മുറിക്കുക. അപ്പം മോളിക്യൂളുകളെ മുറിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന അതിനേക്കാളും ചെറിയ പാർട്ടിക്കിളുകളെയാണ് നമ്മൾ എന്ത് പറയാ, ആറ്റം എന്ന് പറയും. ആറ്റം ഈസ് എ സ്മോൾ പാർട്ടിക്കിൾസ് ഒബ്റ്റൈൻഡ് ബൈ ദ ഡീകമ്പോസിഷൻ ഓഫ് മോളിക്യൂൾ ഈസ് കോൾഡ് ആറ്റം എന്ന് പറയും. അതല്ലേ നിങ്ങളെ ഫ്രണ്ട് റിക്വസ്റ്റിൽ ഒരു കുട്ടി കിടക്കുന്നുണ്ട്, അപ്രൂവ് ചെയ്യാണ്ട് കിടക്കുന്നുണ്ട് ഒരു കുട്ടി, ഒന്ന് നോക്കുമോ? സ്റ്റുഡൻസിൽ ഞാൻ നോക്കുന്നു. ഓക്കെ. ഉണ്ടോ മാഷി? അതിപ്പോ നിലവ് കാണുന്നില്ല. അല്ല, നിങ്ങളൊന്ന് ബാക്ക് അടിച്ച് പോയാൽ മതി, എന്നിട്ട് സ്റ്റുഡൻസ് എടുത്താൽ മതി. ലൈവ് കട്ടായാലും കുഴപ്പമില്ല, അതുകൊണ്ട് ജോയിൻ ആയി കൊടുത്താൽ മതി. ഓക്കെ. അപ്പൊ നമുക്ക് ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്, മോളിക്യൂളുകളെ ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന അതിനേക്കാളും ചെറിയ പാർട്ടിക്കിളുകളെയാണ് നമ്മൾ എന്ത് പറയുക, ആറ്റം എന്ന് പറയുക. അല്ലെങ്കിൽ നമുക്ക് ഇത് H2SO4 എന്ന് പറയുന്ന ഒരു തന്മാത്രയാണ്. ഇത് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്ന ഒരു തന്മാത്രയാണ്. ഇതിനെ നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഹൈഡ്രജൻ ആറ്റം കിട്ടും, 2 എണ്ണം കിട്ടും. അതുപോലെ സൾഫർ കിട്ടും, അതുപോലെ എന്ത് കിട്ടും, ഓക്സിജനും കിട്ടും. ഓക്കെ അല്ലേ? ഹൈഡ്രജൻ കിട്ടും, സൾഫർ കിട്ടും, അതുപോലെ ഓക്സിജൻ നമ്പർ എഴുതിയില്ല, 2 ഹൈഡ്രജനും 1 സൾഫറും 4 ഓക്സിജനും കിട്ടും. അപ്പൊ ഇങ്ങനെ H2SO4 എന്ന് പറയുന്ന തന്മാത്രയെ നമ്മൾ വിഘടിപ്പിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന അതിനേക്കാളും ചെറിയ പാർട്ടിക്കിളുകളെയാണ് നമ്മൾ എന്ത് പറയുക, ആറ്റം എന്ന് പറയും. അപ്പൊ നമുക്ക് ആറ്റത്തിന്റെ സ്റ്റേറ്റ്മെന്റായി നിങ്ങൾ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എങ്കിൽ കൂടി ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു തരും. അപ്പം ആറ്റം ഈസ് എ സ്മോൾ പാർട്ടിക്കിൾസ് ഒബ്റ്റൈൻഡ് ബൈ ദ ഡീകമ്പോസിഷൻ ഓഫ് മോളിക്യൂൾ ഈസ് കോൾഡ് ആറ്റം എന്ന് പറയും. ഓക്കെ. അപ്പൊ നമ്മൾ ആറ്റത്തെ നമ്മൾ വീണ്ടും അങ്ങ് മുറിക്കുക. ആറ്റത്തെ നമ്മൾ വീണ്ടും മുറിച്ചു കഴിഞ്ഞാൽ അതിൽ കുറച്ച് ആൾക്കാരെ കാണാം. ഇലക്ട്രോണിനെ കാണാം, അതുപോലെ പ്രോട്ടോൺ കാണാം, അതുപോലെ ന്യൂട്രോൺ കാണാം, അതുപോലെ ഒരുപാട് പാർട്ടികൾ വരുന്നുണ്ട്. മീസോണ്, പൈ മീസോണ്, ആന്റി ഇലക്ട്രോണ്, പ്രോട്ടീനോ, ഇങ്ങനെയുള്ള ഒരുപാട് പാർട്ടികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എങ്കിൽ കൂടി ആറ്റത്തിലെ ഇമ്പോർട്ടൻ്റ് ആയ ചില പാർട്ടികളാണ് ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോണ്, മാത്രമല്ല എക്സെട്ര എന്നൊരു വേർഡ് കൂടി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആറ്റത്തിൽ വീണ്ടും മുറിച്ചു കഴിഞ്ഞാൽ, ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആറ്റത്തിന് ഉള്ളിൽ ആരൊക്കെ ഉണ്ടാവും, ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോൺ ഒക്കെയാണ് ഉണ്ടാവുക. അതുപോലെ നമുക്കറിയാം ആറ്റത്തിന്റെ സെൻട്രൽ പാർട്ട് ആണ് ഇത് ന്യൂക്ലിയസ് എന്ന് പറയും. ന്യൂക്ലിയസ് എന്ന് പറയും. ആറ്റത്തിന്റെ ഒത്ത നടുക്കുള്ള ആളാണ് ഏത്, ന്യൂക്ലിയസ് എന്ന് പറയും. ന്യൂക്ലിയസിൽ ആരൊക്കെയാണ് ഉണ്ടാവുക, പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമാണ് ന്യൂക്ലിയസിൽ ഉണ്ടാവുക. അതുകൊണ്ട് ന്യൂക്ലിയസിലെ താമസക്കാരാണ് പ്രോട്ടോണും ന്യൂട്രോണും ആയതുകൊണ്ട് ഇവരെ നമ്മൾ ന്യൂക്ലിയോൺസ് എന്ന് പറയും. ഓക്കെ, ന്യൂക്ലിയോൺസ് എന്ന് പറയും. ആറ്റത്തിന്റെ ന്യൂക്ലിയസിലുള്ള പാർട്ടികളാണ് പ്രോട്ടോണും ന്യൂട്രോണും. സോ ദേ ആർ കോൾഡ് ന്യൂക്ലിയോൺസ് എന്ന് പറയും.
പിന്നെ നമുക്കറിയാം ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങുന്നു എന്നൊക്കെയാണ് നമ്മൾ അറിയാവുന്നത്. ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ്. ഓക്കെ അല്ലേ? പിന്നെ സർക്കുലർ പാത്തൊക്കെയാണ്. അപ്പൊ ഇതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു ഇൻട്രഡക്ഷൻ ആയി നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടി നമ്മൾ പറഞ്ഞാൽ atom is a small particles obtained by the decomposition of molecule. Atom consists electron, proton, neutrons, etc. The central part of the atom is called nucleus. Nucleus consists proton and neutrons, so they are called nucleons എന്ന് പറയും. Electrons are revolving around the nucleus in a circular path. Okay, അപ്പോൾ ഒരു സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന സെക്കൻഡ് ചാപ്റ്ററിന്റെ ഇൻട്രഡക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളൊന്നും ഞാൻ ആവർത്തിച്ചിരുന്നതാണ്. പുതിയ ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററുകളിൽ ആദ്യമായി പഠിക്കാനുള്ളത് ഈ ആറ്റത്തിലെ പാർട്ടിക്കിളായ ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോണുകളെ സയന്റിസ്റ്റുമാർ, ശാസ്ത്രജ്ഞന്മാർ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്തത്, എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്നുള്ള കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ആറ്റത്തിലെ പാർട്ടിക്കിളായ ഇലക്ട്രോണ്, പ്രോട്ടോൺ, ന്യൂട്രോൺസിനെ സയന്റിസ്റ്റുമാർ, ശാസ്ത്രജ്ഞന്മാർ എങ്ങനെയാണ്, ഏതൊക്കെ പരീക്ഷണത്തിലൂടെയാണ്, എന്തൊക്കെ മെത്തേഡിലൂടെയാണ്, എന്തൊക്കെ എക്സ്പെരിമെന്റ് നടത്തിക്കൊണ്ടാണ് ഈ പാർട്ടിക്കിളുകളെ കണ്ടെത്തിയത് എന്നുള്ള കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോണിനെ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ്. ഓക്കെ, നമുക്ക് ഇലക്ട്രോണിനെ എങ്ങനെയാണ് സയന്റിസ്റ്റുമാർ കണ്ടെത്തിയത് എന്നുള്ള കാര്യമാണ് നമുക്ക് ഇനി അടുത്തായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ ഓർ കാഥോഡ് റേ എക്സ്പെരിമെന്റ്. ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ ഓർ കാഥോഡ് റേ എക്സ്പെരിമെന്റ്. ഒരു എക്സ്പെരിമെന്റ് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ നടന്നതാണ്. അപ്പൊ എക്സ്പെരിമെന്റ് നമുക്ക് കാണിക്കുവാനുള്ള നിർവാഹങ്ങളൊന്നുമില്ല. എവിടെയും നമ്മൾ ഇത്തരം എക്സ്പെരിമെന്റുകൾ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പെരിമെന്റ് കാണുന്ന മോഡൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഓക്കെ, ഒരു എക്സ്പെരിമെന്റ് നമുക്ക് ഈ ഇലക്ട്രോണിനെ കണ്ടെത്തിയ എക്സ്പെരിമെന്റും അതിന്റെ അപ്പാരറ്റസുകളും ഉപകരണങ്ങളും ഒക്കെ നമുക്ക് നിലവിൽ നമുക്ക് എന്താ ചെയ്യാം, ഒരു സ്കൂളിലോ ലാബിലോ നമുക്ക് സെറ്റ് ചെയ്യാനാവത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പെരിമെന്റ് മനസ്സിൽ കാണുന്ന മോഡൽ, ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, കാണുന്ന മോഡലായി നിങ്ങൾ എന്ത് ചെയ്യാം, വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഈ ഇലക്ട്രോണിനെ കണ്ടെത്താൻ വേണ്ടി സയന്റിസ്റ്റുമാർ ഉപയോഗിച്ചത് ഒരു വലിയൊരു ട്യൂബാണ്, ഗ്ലാസ് ട്യൂബാണ്. ഓക്കെ അല്ലേ? ഏകദേശം 50 മുതൽ 60 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു നീളമുള്ള ഒരു ഗ്ലാസ് ട്യൂബാണ്. ആ ഗ്ലാസ് ട്യൂബിന്റെ പേരാണ് ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയും. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഡിസ്ചാർജ് ട്യൂബ് ഈസ് എ ലോങ് ഗ്ലാസ് ട്യൂബ് ഓഫ് 50 to 60 സെന്റിമീറ്റർ ലെങ്ത്. ഏകദേശം 50 മുതൽ 60 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ഗ്ലാസ് ട്യൂബാണ് ഏത്, ഡിസ്ചാർജ് ട്യൂബ്. ഈ ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ചുകൊണ്ടാണ് സയന്റിസ്റ്റുമാർ ഇലക്ട്രോണുകളെ കണ്ടെത്തുന്നത്. അപ്പൊ നമുക്ക് എന്താ പറയാ, ഡിസ്ചാർജ് ട്യൂബ് ഈസ് എ ലോങ് ഗ്ലാസ് ട്യൂബ് ഓഫ് 50 to 60 സെന്റിമീറ്റർ ലെങ്ത്. ഓക്കെ, ഈ ഗ്ലാസ് ട്യൂബിന്റെ രണ്ട് അറ്റത്ത് 2 ഇലക്ട്രോഡുകൾ കണക്ട് ചെയ്തിരിക്കും. ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ 2 മെറ്റലുകൾ കണക്ട് ചെയ്യും. ഓക്കെ, ഈ മെറ്റലുകളെ നമ്മൾ ബാറ്ററിയുമായി നമ്മൾ കണക്ട് ചെയ്യും. ബാറ്ററിയുമായി നമ്മൾ കണക്ട് ചെയ്യും. ഓക്കെ,
ബാറ്ററിയുമായി കണക്ട് ചെയ്യും. നമുക്കറിയാം ബാറ്ററിയുടെ സിമ്പലൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കാം, എങ്കിൽ കൂടി ഞാനൊന്ന് ജസ്റ്റ് പറയാം. ഈ ചെറിയ വര എന്തുവാണ്? നെഗറ്റീവ് ആണ്, ബാറ്ററിയുടെ നെഗറ്റീവ് ആണ്. ഇങ്ങനെ വലിയ വര എന്തുവാണ്? പോസിറ്റീവ് ആണ്. ബാറ്ററിയുടെ നെഗറ്റീവ് പോള് എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? ചെറിയ വര ഉപയോഗിച്ചുകൊണ്ടും. അതുപോലെ പോസിറ്റീവ് പോൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? വലിയ വര ഉപയോഗിച്ചുകൊണ്ടുമാണ് നമ്മൾ കാണിക്കുക. ഓക്കെ, ഈ ബാറ്ററിയുടെ നെഗറ്റീവ് പോളുമായി കണക്ട് ചെയ്യുന്ന ഇലക്ട്രോഡുകളെ നമ്മൾ പറയാം കാഥോഡ് എന്ന് പറയും. ഓക്കെ, പോസിറ്റീവുമായി കണക്ട് ചെയ്യുന്ന ഇലക്ട്രോഡുകളെ നമ്മൾ എന്ത് പറയും? ആനോഡ് എന്ന് പറയും. ഓക്കെ, അവയുടെ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ, വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വലിയ വോൾട്ടേജ് ആണ്. 5000-ന്റെയും 10,000 വോൾട്ടേജുമാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്ചാർജ് ട്യൂബ് ഈസ് എ ലോങ് ഗ്ലാസ് ട്യൂബ് ഓഫ് 50 to 60 centimeter length. Two metal electrode are connected at its end. ഈ ഡിസ്ചാർജ് ട്യൂബിന്റെ അറ്റത്ത് 2 ഇലക്ട്രോഡുകൾ നമ്മൾ കണക്ട് ചെയ്തിരിക്കും. അതിന് ഒരാളെ നമ്മൾ കാഥോഡ് എന്ന് പറയും, മറ്റൊരാളെ നമ്മൾ എന്താ പറയുക? ആനോഡ് എന്ന് പറയും. ഓക്കെ, ഈ കാഥോഡ് എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ നെഗറ്റീവുമായി കണക്ട് ചെയ്യുന്നതാണ് കാഥോഡ്, ബാറ്ററിയുടെ പോസിറ്റീവുമായി കണക്ട് ചെയ്യുന്നതാണ് ആനോഡ്. നിങ്ങൾക്കറിയാം. ഓക്കെ, ഇതിലുള്ള ഗ്യാസുകളെ നമ്മൾ ആഡ് ചെയ്യുവാനോ റിമൂവ് ചെയ്യുവാനോ വേണ്ടി നമ്മൾ ഇവിടെ ഒരു പമ്പ് നമ്മൾ കണക്ട് ചെയ്യും. ഇതിനെ നമ്മൾ വാക്വം പമ്പ് എന്ന് പറയും. ഇതല്ലേ വാക്വം പമ്പ്? സ്പെല്ലിംഗ് VACWM-P, പമ്പാണ്, വാക്വം പമ്പാണ്. അപ്പൊ ഈ ട്യൂബിലുള്ള ഗ്യാസുകളെ നമുക്ക് ആഡ് ചെയ്യുവാനോ അല്ലെ റിമൂവ് ചെയ്യുവാനോ വേണ്ടി നമ്മൾ ഇവിടെ ഒരു വാക്വം പമ്പ് നമ്മൾ കണക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ഡിസ്ചാർജ് ട്യൂബ് ഈസ് എ ലോങ് ഗ്ലാസ് ട്യൂബ് ഓഫ് 50 to 60 centimeter length. സാറേ കേൾക്കുന്നില്ലേ? ആ, ഓക്കെ. ഡിസ്റ്റർബ് ചെയ്തതിൽ സോറി കേട്ടോ സാറേ. ഇപ്പൊ ഒരു കുട്ടി വീണ്ടും വിളിച്ചിട്ടുണ്ട്, അപ്രൂവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് സാർ ഒന്ന് നോക്കോ? ഞാൻ നോക്കുന്നു. പക്ഷേ വേറെ ഏകദേശം ആയിട്ടുണ്ടാവില്ല പക്ഷേ ഇപ്പൊ ഒരു കുട്ടീനെ സാറേ അക്സെപ്റ്റ് ചെയ്തില്ലേ? രണ്ട് കുട്ടികൾ ഇപ്പോഴാ വന്നിട്ടുണ്ട്. ഓക്കെ, അവരിപ്പോ വന്നിട്ടേ ഉള്ളൂ. ഒരു ഡേറ്റ് ആയതാ. ഓക്കെ. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ എക്സ്പെരിമെന്റ് ഒന്നുകൂടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, discharge tube is a long glass tube of 50 to 60 centimeter length. Two metal electrodes are connected at its end. Okay, a high voltage of 5,000 to 10,000 voltage is applied between these two electrodes. Okay, അതോടൊപ്പം തന്നെ ഈ ട്യൂബിന്റെ ഉള്ളിൽ ഒരു ഫ്ലൂറസെന്റിന്റെ ഒരു കോട്ടിംഗ് കൂടി ഉണ്ടായിരുന്നു. ഫ്ലൂറസെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ, ലൈറ്റുകൾ പതിക്കുമ്പോൾ കളേർഡ് ആയിട്ടുള്ള ലൈറ്റുകൾ റീ എമിറ്റ് ചെയ്യുന്ന പ്രോസസ് നിങ്ങൾ പരസ്യ ബോർഡുകളിലൊക്കെ കാണും അല്ലേ? അപ്പൊ നമ്മൾ ലൈറ്റ് എന്തുവാണ് പതിക്കുമ്പോൾ എന്തുവാണ് വീണ്ടും ലൈറ്റ് എന്ത് ചെയ്യുക? റീ എമിറ്റ് ചെയ്യുന്ന പ്രോസസ്. അപ്പൊ സിങ്ക് സൾഫൈഡ് പോലെയുള്ള ചില ഫ്ലൂറസെന്റ് സബ്സ്റ്റൻസിന്റെ കോട്ടിംഗ് കൂടി ഉണ്ടാവും. അപ്പൊ ഇതാണ് ഡിസ്ചാർജ് ട്യൂബുമായി നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഡിസ്ചാർജ് ട്യൂബ് ഈസ് എ ലോങ് ഗ്ലാസ് ട്യൂബ് ഓഫ് 50 to 60 centimeter length. Two metal electrodes are connected at its end. A high voltage of 5,000 to 10,000 voltage is applied between these two electrodes. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ഇലക്ട്രോഡിലേക്ക് ഹൈ വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ട്യൂബിൻ്റെ ഉള്ളിൽ ചില പ്രോസസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, അതെന്തൊക്കെയെന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം
ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ കാഥോഡ് റേ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിനെ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. ഡിസ്ചാർജ് ട്യൂബ് ഈസ് എ ലോങ് ഗ്ലാസ് ട്യൂബ് ഓഫ് 50 to 60 centimeter length. Two metal electrodes are connected at its either end. A high voltage of 5,000 to 10,000 voltage applied between these two electrodes. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ കാണുന്നുണ്ട്. പിന്നെ വാക്യൂം പമ്പ്, ഫ്ലൂറസെന്റ്, അത് നമ്മൾ പേപ്പറിൽ എഴുതേണ്ട കാര്യമില്ല. അപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് ഒബ്സർവ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അതിൽ നമ്പർ 1 ആണ് ഈ ഡിസ്ചാർജ് ട്യൂബിൽ ഏതെങ്കിലും ഒരു ഗ്യാസ് ഫില്ല് ചെയ്യാം അറ്റ് നോർമൽ പ്രഷർ. നോർമൽ പ്രഷറിൽ 180 ആണ്. ഡിസ്ചാർജ് ട്യൂബ് കണ്ടെയ്ൻ എനി ഗ്യാസ് അറ്റ് നോർമൽ പ്രഷർ, നത്തിങ് ഈസ് ഒബ്സർവ്ഡ്. അപ്പൊ ഏതെങ്കിലും ഡിസ്ചാർജ് ട്യൂബിൽ ഏതെങ്കിലും ഒരു ഗ്യാസ് നമ്മൾ ഫില്ല് ചെയ്യാം നോർമൽ പ്രഷർ ആണെങ്കിൽ ഈ ട്യൂബിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പ്രോസസ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. സാധാരണ ഒരു ഗ്ലാസ് ട്യൂബ് എവിടെയാണ് വെച്ചിരിക്കുന്ന ആ മോഡലുകൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഡിസ്ചാർജ് ട്യൂബ് ആണ് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. സാധാരണ നമ്മുടെ വീട്ടിലുള്ള ട്യൂബ് ലൈറ്റ് ഇല്ല, ട്യൂബ് ലെങ്തി ആയിട്ടുള്ള ആ ട്യൂബ്, അതിനെയാണ് നമ്മൾ അതായിട്ടാണ് ഇമാജിൻ ചെയ്യുക. അപ്പൊ ഈ ഡിസ്ചാർജ് ട്യൂബിൽ ഏതെങ്കിലും ഒരു ഗ്യാസ് നമ്മൾ ഫില്ല് ചെയ്യാം. നോർമൽ പ്രഷർ ആണെങ്കിൽ, സാധാരണ പ്രഷറിലാണെങ്കിൽ, നമ്മൾ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ പ്രഷറാണോ ഫീൽ ചെയ്യുന്നത് അതേപോലത്തെ പ്രഷർ ആണെങ്കിൽ ഈ ട്യൂബിനുള്ളിൽ എന്തെങ്കിലും പ്രോസസ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. When the discharge tube contain any gas at normal pressure, nothing will be observed. ഓക്കെ ആണല്ലോ. നമ്പർ 2 ആണ്, നമ്മൾ ഈ വാക്യൂം പമ്പ് നമ്മൾ ഓപ്പൺ ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ ഗ്യാസുകൾ നമ്മൾ റിമൂവ് ചെയ്യും. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഗ്യാസുകൾ നമ്മൾ എന്ത് ചെയ്യാം, കുറേ നമ്മളങ്ങ് റിമൂവ് ചെയ്യും. ഗ്യാസുകൾ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ പ്രഷർ എന്താ ചെയ്യാം, കുറഞ്ഞ് വരും. അപ്പം ഗ്യാസ് നമ്മൾ റിമൂവ് ചെയ്യാം, പ്രഷർ സ്വാഭാവികമായും റെഡ്യൂസ് ചെയ്യപ്പെടും. ഏകദേശം പ്രഷർ നമ്മൾ 10⁻⁻² atm ആക്കി മാറ്റും. When the pressure inside the discharge tube is reduced to 10⁻⁻² atm. അങ്ങനെ മാറ്റുമ്പോൾ ഈ ട്യൂബിനുള്ളിൽ ചെറിയൊരു ലൈറ്റ് ഇങ്ങനെ മിന്നി എന്ന് പോകും. When the discharge tube when the pressure inside the discharge tube is reduced to 10⁻⁻² atm, a glow is produced inside the discharge tube. ഒരു ഗ്ലോ, എന്താ ഗ്ലോ എന്ന് പറഞ്ഞാൽ ഒരു മിന്നൽ മോഡൽ ലൈറ്റ് ഇങ്ങനെ വന്നു പോകും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വീട്ടിലുള്ള ട്യൂബ് കുറച്ച് കംപ്ലൈൻ്റ് ഒക്കെ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം എൻഡിലാണ് ചെറുതായി ലൈറ്റ് കത്തുക, പിന്നെയാണ് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് പിന്നെ മിഡിലേക്കെല്ലാം വന്നിട്ട് പിന്നെയാണ് ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞാൽ എന്ത് അത് കംപ്ലീറ്റ് ആയിട്ട് കത്തും. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ എന്ന് വെച്ചാൽ കുറച്ച് പുതിയതല്ല, കുറച്ച് പഴയ ട്യൂബ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ രണ്ട് എൻഡിലാണ് ആദ്യം ഇങ്ങനെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, പിന്നെയാണ് ഇത്ര ഏതാനും സെക്കൻഡൊന്നും വേണ്ട, സെക്കൻഡിനേക്കാൾ കുറഞ്ഞ സമയം കൊണ്ടാണ് പിന്നെ എന്ത് ചെയ്യുക അങ്ങോട്ട് പോകും. അപ്പോൾ അതേപോലെയാണ് വ്യത്യാസം. അപ്പോൾ when the discharge tube contain any gas at normal pressure, nothing will be observed. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഗ്യാസ് നമ്മൾ കുറേ റിമൂവ് ചെയ്യുക. ഗ്യാസ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് പ്രഷർ കുറയ്ക്കുക. പ്രഷർ നമ്മൾ ഏകദേശം 10⁻⁻² atm ആക്കി മാറ്റിയാണ് നമുക്ക് എന്താ കാണുക, എ ഗ്ലോ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് ദ ഡിസ്ചാർജ് ട്യൂബ്. അപ്പോൾ നമ്പർ 1, when the discharge tube contain any gas at normal pressure, nothing will be observed. Okay. Number 2, when the pressure inside the discharge tube is reduced to 10⁻⁻² atm, a glow is produced inside the discharge tube. Okay. നമ്മൾ വീണ്ടും എന്ത് ചെയ്യാം, വാക്യൂം പമ്പ് നമ്മൾ ഓപ്പൺ ചെയ്യും. വാക്യൂം പമ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്ത് ഇതിനുള്ളിൽ നിന്ന് ഗ്യാസുകൾ എന്ത് ചെയ്യുക, വീണ്ടും നമ്മൾ റിമൂവ് ചെയ്യും. When pressure inside discharge tube is reduced to further, നമ്മൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, കുറേ ഗ്യാസ് നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അപ്പോൾ ഗ്യാസ് ഒഴിവാക്കുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും, പ്രഷർ വീണ്ടും എന്താ ചെയ്യുക, കുറയാൻ തുടങ്ങും. 10⁻⁻² atm കുറച്ചും കൂടി പ്രഷർ നമ്മൾ കുറയ്ക്കും. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കാണുന്ന വെച്ചാൽ ഓൾട്ടർനേറ്റീവായി ഇടവിട്ട് കൊണ്ട് കുറെ ലൈറ്റും
അതുപോലെ ഡാർക്കുമായ കുറെ റീജിയനുകളാണ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ ഡിസ്ചാർജ് ട്യൂബിന്റെ ഇവിടെ ലൈറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഇരുട്ടത്തായിരിക്കും. നമ്മൾ ഈ ഇരുട്ട് റൂമിൽ നിന്ന് ഡാർക്ക് റൂമിൽ നിന്നാണ് എക്സ്പെരിമെന്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വെളിച്ചം കാണുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാവത്തില്ല, ഇവിടെ ലൈറ്റ് ഉണ്ട്. ഇങ്ങനെ ഇടവിട്ട് കൊണ്ട് എന്ത് ചെയ്യാം, ലൈറ്റും ഡാർക്കുമായ റീജിയനുകളാണ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഈ ഡാർക്ക് റൂമിൽ നിന്ന് എക്സ്പെരിമെന്റ് ചെയ്യുകയാണെങ്കിൽ ചില ഏരിയകളിൽ എന്താ ചെയ്യുക, ലൈറ്റ് ഉണ്ടാവില്ല, കംപ്ലീറ്റ് എന്താ ചെയ്യുക, വെളിച്ചം ഉണ്ടാവില്ല, ഒരു തിളക്കം ഉണ്ടാവത്തില്ല. അങ്ങനെ കുറച്ച് റീജിയനിൽ വെളിച്ചം ഉണ്ടാവും, കുറച്ച് റീജിയനിൽ വെളിച്ചം ഉണ്ടാവത്തില്ല. ഇങ്ങനെ ഓൾട്ടർനേറ്റീവായി ഇടവിട്ട് കൊണ്ട് ലൈറ്റും അതുപോലെ ഡാർക്കുമായ റീജിയനുകളാണ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? when the pressure inside the discharge tube is reduced further, അത് എത്രയാണെന്നുള്ള കാര്യം നമ്മൾ കൃത്യമായി പറയേണ്ട. 10⁻² ATM കുറച്ചും കൂടി കുറവാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ലൈറ്റും ഡാർക്കുമായ റീജിയനുകളാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതിനെ നമ്മൾ ക്രൂക്സിന്റെ ഡാർക്ക് റീജിയൻ എന്നൊക്കെ നമുക്ക് പറയും. നമുക്ക് അതിന്റെ ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു. ക്രൂക്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റാണ് ഈ ഡിസ്ചാർജ് ട്യൂബ് ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇതിനെ ക്രൂക്സിന്റെ ഡാർക്ക് റീജിയൻ എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, നമ്മൾ വീണ്ടും എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യും. വീണ്ടും നമ്മൾ എക്സ്പെരിമെന്റ് കണ്ടക്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ വാക്യൂം പമ്പ് നമ്മൾ ഓപ്പൺ ചെയ്യാം. വീണ്ടും നമ്മൾ ഗ്യാസുകളെ നമ്മൾ എന്ത് ചെയ്യാം, വീണ്ടും നമ്മൾ റിമൂവ് ചെയ്യും. അങ്ങനെ ഗ്യാസ് റിമൂവ് ചെയ്ത് ഏകദേശം പ്രഷർ നമ്മൾ 10⁻⁻4 ATM ആക്കി മാറ്റും. when the pressure inside the discharge tube is reduced to 10⁻⁻4 ATM, അങ്ങനെ നമ്മൾ പ്രഷർ നമ്മൾ വീണ്ടും നമ്മൾ കുറയ്ക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്, ഈ ട്യൂബ് കംപ്ലീറ്റ് ആയിട്ട് ഡാർക്കായി മാറുകയാണ് ചെയ്യുന്നത്. നേരത്തെ ഓൾട്ടർനേറ്റീവായി ഡാർക്കും അതുപോലെ ലൈറ്റുമായ റീജിയൻ ആണെങ്കിൽ ഈ ട്യൂബ് കംപ്ലീറ്റ് ആയിട്ട് ഡാർക്കായി മാറുകയാണ് ചെയ്യുന്നത്. when the pressure inside the discharge tube is reduced to 10⁻⁻4 ATM, dark region spread throughout that discharge tube. ഈ ട്യൂബ് മുഴുവനും എന്താ ചെയ്യുക, ഡാർക്ക് റീജിയനായി മാറുകയാണ് ചെയ്യുന്നത്. അതേസമയം ഈ ആനോഡ് കണക്ട് ചെയ്ത ഈ ഭാഗത്ത് മാത്രമായി ചില ഗ്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അവിടെ മാത്രം ഒരു മിന്നാമിന്നിയിലൂടെ എന്താ ചെയ്യുക, ഏതാനും ലൈറ്റുകൾ ഇങ്ങനെ കാണും. ഈ ട്യൂബ് കംപ്ലീറ്റ് ആയിട്ട് എന്താ ചെയ്യുക, ഡാർക്ക് റീജിയനായി മാറുന്നു. അറ്റ് ദി സെയിം ടൈം ആനോഡിക് എൻഡ് ഓഫ് ദി ഡിസ്ചാർജ് ട്യൂബ് ബിക്കം ഗ്ലോ. ഈ ആനോഡിന്റെ ഭാഗത്ത് മാത്രം, ഈ എൻഡുകളിൽ മാത്രമായി എന്ത് ചെയ്യാം, ചെറിയ ഇടക്കിടക്ക് എന്ത് ചെയ്യുക, ലൈറ്റ് ഇങ്ങനെ മിന്നി ഇങ്ങനെ കളിക്കുന്നു. ഓക്കെ, അപ്പം when the pressure inside the discharge tube is reduced to 10⁻⁻4 ATM, dark region spread throughout the discharge tube. At the same time, anodic end of the tube begins to glow. ഈ ആനോഡിക് കണക്ട് ചെയ്ത ആ എൻഡ് എന്താ ചെയ്യുക, ഗ്ലോ മിന്നാൻ തുടങ്ങുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ മാത്രം എന്തുകൊണ്ടാണ് ഗ്ലോ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ സയന്റിസ്റ്റുമാര് ആലോചിക്കുന്നു. ഓക്കെ, ഈ ഡാർക്ക് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സാധനമാണ് അല്ലെ. ഡാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരുട്ടെന്നാണ്, കാണാൻ പറ്റാത്ത എന്നാണ് അതിന് മീനിങ് അല്ലെ. അപ്പൊ ഇവിടെ മാത്രം ചില ഗ്ലോ വരാനുള്ള കാരണം ഈ കാതോട് ഭാഗത്തു നിന്നും ആനോട് ഭാഗത്തേക്ക് പോകുന്ന നമുക്ക് കാണാൻ പറ്റാത്ത ഏതോ ഒരു വികിരണം, ഏതോ ഒരു റേ, ഈ കാതോട് ഭാഗത്തു നിന്നും ആനോട് ഭാഗത്തേക്ക് നമുക്ക് കാണാൻ പറ്റാത്ത എന്തോ ഒരു റേ എന്താ ചെയ്യുക, കടന്നു പോവുകയും അത് ആനോട് ഭാഗത്തുള്ള ഫ്ലൂറസെന്റ് കോട്ടിങ്ങിലേക്ക് ഇടിക്കുന്നത് കൊണ്ടാണ് ഇവിടെ മാത്രം ഒരു ഗ്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ കാതോട് ഭാഗത്ത് നിന്നും ആനോട് ഭാഗത്തേക്ക് കടന്നു പോകുന്ന നമുക്ക് കാണാൻ പറ്റാത്ത ചില വികിരണങ്ങൾ ഇവിടെ കൊളൈഡ് ചെയ്യുന്നത് കൊണ്ട് ടെക്സ്റ്റിലുണ്ടാവുക ബൊമ്പാർഡ് ചെയ്യുക എന്നൊക്കെയാണ് ഉണ്ടാവുക. ബൊമ്പാർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇടിക്കുക എന്നാണ്. അപ്പൊ ഇവിടെ ബൊമ്പാർഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ മാത്രം എന്താ ചെയ്യുക, ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പൊ ഇങ്ങനെ കാതോട് ഭാഗത്ത് നിന്ന് ആനോട് ഭാഗത്തേക്ക് കടന്നു പോകുന്ന നമുക്ക് കാണാൻ പറ്റാത്ത ഇത്തരം റേയിനെ സയന്റിസ്റ്റുമാര് കൊടുത്ത പേരാണ് കാതോട് റേ എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ when the pressure inside the discharge tube is reduced to 10⁻⁻4 ATM,
dark region spread throughout the discharge tube. At the same time, anodic end of the tube begins to glow. This is due to the collision of bombardment of invisible ray on the wall of the tube. അല്ലേ? അതായത് ഇതിന് കാരണം എന്താ ചെയ്യാം, കാതോട് ഭാഗത്തും ആനോട് ഭാഗത്തേക്ക് കടന്നു പോകുന്ന ഇൻവിസിബിൾ ആയ ചില വിസിബിൾ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്നത്, ഇൻവിസിബിൾ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, വിസിബിൾ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്നത്, ഇൻവിസിബിൾ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റാത്ത ഇൻവിസിബിൾ ആയ റേ എന്താ ചെയ്യാം, ഈ ആനോട് ഭാഗത്തേക്ക് ഇടിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇവിടെ മാത്രം ഗ്ലോ കാണുന്നത്. അങ്ങനെ കാണാൻ പറ്റാത്ത ഈ റേനെ പറയുന്ന പേരാണ്, റേ എന്ന് പറയാൻ വികിരണം അല്ലെ, മൊബൈൽ റേഡിയേഷൻ ഒക്കെ പറയുന്നില്ല, മൊബൈൽ വേവ്, മൊബൈൽ റേഡിയേഷൻ ഒക്കെ പറയുന്നത്, അതേപോലെയുള്ള അത്തരം റേനെയാണ് നമ്മൾ കാതോഡ് റേ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു 2 മാർക്കിന്റെ ഒരു ചോദ്യം പറയുന്നു, എക്സാമിന് വരുന്നു, ഡിഫൈൻ കാതോഡ് റേ എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട, ലാസ്റ്റിലത്തെ ചില സാധനങ്ങൾ നമുക്ക് ഒറ്റ വാക്കിൽ അങ്ങ് പറയും. ഓക്കെ അല്ലേ? കാതോഡ് റേ എന്ന് പറഞ്ഞാൽ ചെയ്യാം, കാതോഡ് റേ എന്ന് പറഞ്ഞാൽ കാതോട് ഭാഗത്തു നിന്നും ആനോട് ഭാഗത്തേക്ക് കടന്നു പോകുന്ന നമുക്ക് കാണാൻ പറ്റാത്ത റേ ആണ്. എപ്പോഴാണ്? ഹൈ വോൾട്ടേജ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. 10,000 വോൾട്ടിൽ നിന്ന് ഹൈ വോൾട്ടേജ് ആണ്. 10⁻⁴ ATM എന്ന് പറഞ്ഞാൽ ലോ പ്രഷർ ആണ്. അപ്പൊ നമുക്ക് 10⁻⁴ എന്ന് പറയുന്ന ആ നമ്പർ നമുക്ക് ഒഴിവാക്കാം. ഇത് ലോ പ്രഷർ ആണ്. അപ്പൊ ലോ പ്രഷറിലും ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഡിസ്ചാർജ് ട്യൂബിലെ കാതോഡിൽ നിന്നും ആനോഡിലേക്ക് പോകുന്ന ഇൻവിസിബിൾ ആയ റേനെയാണ് നമ്മൾ എന്താ പറയുക, കാതോഡ് റേ എന്ന് പറയും. അപ്പൊ ഡിസ്ചാർജ് ട്യൂബിൽ ഹൈ വോൾട്ടേജ് ലോ പ്രഷറിൽ അപ്ലൈ ചെയ്യുമ്പോൾ കാതോഡ് ഭാഗത്ത് നിന്നും ആനോഡ് ഭാഗത്തേക്ക് കടന്നു പോകുന്ന നമുക്ക് കാണാൻ പറ്റാത്ത റേനെയാണ് നമ്മൾ എന്താ പറയുക, കാതോഡ് റേ എന്ന് പറയും. ഇപ്പൊ സിമ്പിളായി പറഞ്ഞാൽ കാതോഡ് റേ ആർ ഇൻവിസിബിൾ റേ coming from cathode to anode when pressure inside the discharge tube is very low and at a high voltage. അപ്പൊ നമുക്ക് ഈ കാതോഡ് റേനെ നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാം, കാതോഡ് റേ ഈസ് എ ഇൻവിസിബിൾ റേ coming from cathode to anode, അല്ലെ, മൂവ് ഫ്രം കാതോഡ് ടു ആനോഡ്. ഇല്ലേ, കാതോഡ് റേ ഈസ് എ ഇൻവിസിബിൾ റേ coming from cathode to anode എപ്പോഴാണ്, when pressure inside the discharge tube is very low and at a high voltage. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് 2 മാർക്കിന്റെ ഒരു ചോദ്യം, കാതോഡ് റേ, ഡിഫൈൻ കാതോഡ് റേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, കാതോഡ് റേ ഈസ് എ ഇൻവിസിബിൾ റേ കമ്മിങ് ഫ്രം കാതോഡ് ടു ആനോഡ് when pressure inside the discharge tube is very low and at a high voltage. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് അല്ലെ കാതോഡ് റേ എക്സ്പെരിമെന്റ് എന്നൊക്കെ നമ്മൾ പറയുന്നു. അപ്പൊ നമുക്ക് ഈ കാതോഡ് റേ നമുക്ക് വീണ്ടും എന്താ ചെയ്യുക, ഫർദറായി നമ്മൾ സ്റ്റഡി ചെയ്യേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ചില പ്രോപ്പർട്ടീസുകളൊക്കെ എന്താ ചെയ്യുക, നമുക്ക് സ്റ്റഡി ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഒന്നുകൂടി ഈ കാര്യങ്ങൾ പറയാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എക്സ്പെരിമെന്റ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്. എന്തായാലും ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറഞ്ഞാൽ, ഡിസ്ചാർജ് ട്യൂബ് ഈസ് എ ലോങ് ഗ്ലാസ് ട്യൂബ് ഓഫ് 50 to 60 centimeter length. 2 metal electrodes are connected at its either end. Okay. A high voltage of 5,000 to 10,000 voltage is applied between these 2 electrodes. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫോളോയിങ് ആർ ഒബ്സർവ്ഡ്, ചില നമ്മൾ താഴെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. When the discharge tube contain any gas at a normal pressure, nothing will be observed. ഡിസ്ചാർജ് ട്യൂബിൽ ഏതെങ്കിലും ഒരു ഗ്യാസ് നമ്മൾ ഫില്ല് ചെയ്യാം, നോർമൽ പ്രഷറിലാണെങ്കിൽ ഒന്നും തന്നെ നമുക്ക് എന്താ ചെയ്യുക, കാണാൻ പറ്റത്തില്ല. ഓക്കെ, when pressure inside the discharge tube is reduced to 10⁻⁻² atm, a glow is produced. ഓക്കെ അല്ലേ? അപ്പം ഡിസ്ചാർജ് ട്യൂബിലെ പ്രഷർ എന്താ ചെയ്യാൻ, 10⁻⁻² atm നമ്മൾ താഴ്ത്തുമ്പോൾ ഒരു ലൈറ്റ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാം. വീണ്ടും നമ്മൾ വേക്കുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് ഗ്യാസുകളെ നമ്മൾ ഒഴിവാക്കാം. when pressure inside the discharge tube is reduced further, alternative light and dark region are obtained. അല്ലെ, ഇടവിട്ട് കൊണ്ട് ലൈറ്റും അതുപോലെ ഡാർക്കുമായ റീജിയനുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വീണ്ടും നമ്മൾ പ്രഷർ നമ്മൾ കുറയ്ക്കുകയാണ്, ഏകദേശം 10⁻⁴ atm മാറ്റുമ്പോൾ ഈ ഡിസ്ചാർജ് ട്യൂബ് കംപ്ലീറ്റ് എന്തായി മാറുന്നത്, ഡാർക്കായി മാറുകയും അതുപോലെ
അങ്ങനെ ഡാർക്കായി മാറുമ്പോൾ ഈ ആനോഡ് കണക്ട് ചെയ്ത ആ എൻഡിൽ മാത്രം എന്താ ചെയ്യുക, ചില ലൈറ്റുകൾ എന്താ ചെയ്യുക കാണുന്നു. അപ്പൊ ഇങ്ങനെ ഇവിടെ മാത്രം ലൈറ്റ് കാണാനുള്ള കാരണം എന്താ ചെയ്യുക, കാതോട് ഭാഗത്ത് നിന്ന് നമുക്ക് എന്താ ചെയ്യാം, കാണാൻ പറ്റാത്ത എന്തോ ഒരു വികിരണം, എന്തോ ഒരു റേഡിയേഷൻ എന്താ ചെയ്യുക കടന്നു പോവുകയും അത് ഇവിടെയുള്ള ആനോഡിന്റെ ഫ്ലൂറസെന്റ് കോട്ടിങ്ങിലേക്ക് ഇടിക്കുന്നത് കൊണ്ടാണ് ഇവിടെ മാത്രം ലൈറ്റ് പോകുന്നത്. അപ്പൊ ഇങ്ങനെ കാതോട് ഭാഗത്തുനിന്നും ആനോട് ഭാഗത്തേക്ക് കടന്നു പോകുന്ന ഇത്തരം കാണാൻ പറ്റാത്ത റേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാതോഡ് റേ എന്ന് പറയുന്നത്. അപ്പം when pressure inside the discharge tube is reduced to 10⁻⁴ atm, dark region spread throughout the discharge tube. At the same time, anodic end of the discharge tube begins to glow. This is due to collision of bombardment or collision of some invisible ray on the wall of the discharge tube. This invisible ray is called കാതോഡ് റേ എന്ന് പറയും. ഓക്കെ, ശരി. നമുക്ക് 2 മാർക്കിന് നമുക്ക് ഈ കാതോഡ് റേ ഡിഫൈൻ കാതോഡ് റേ എന്ന് വെച്ചാൽ എന്ത് ചെയ്യാം, കാതോഡ് റേ ആർ ഇൻവിസിബിൾ റേ കമ്മിങ് ഫ്രം കാതോഡ് ടു ആനോഡ് when pressure inside the discharge tube is very low and at high voltage. ഇത്രയാണ് നമ്മൾ കാതോഡ് റേ എക്സ്പെരിമെന്റ് അല്ലെ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റുകളെ കുറിച്ച് നമുക്ക് പറയാം. ഇനി നമുക്ക് ഈ കാതോഡ് റേ എന്തുവാണ്, അതിന്റെ പ്രോപ്പർട്ടീസുകളൊക്കെ എന്തുവാണ് നമുക്ക് ആവശ്യമാണ്. അപ്പൊ വീണ്ടും നമ്മൾ ചില കാര്യങ്ങൾ പറയണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമിന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് കാതോഡ് റേ. ഓക്കെ, ഈ കാര്യങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചോളാം. എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 2-3 മാർക്കിന്റെ ഒക്കെ ചോദിക്കുന്നതാണ് പ്രോപ്പർട്ടീസ് ഓഫ് കാതോഡ് റേ. ഇപ്പൊ കാതോഡ് റേ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പോകുന്നുണ്ട് അല്ലേ, ലോ പ്രഷർ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കാണില്ല, എന്നാൽ കൂടി ഞാനിങ്ങനെ വരച്ചത്. ഓക്കെ, അപ്പൊ ഈ കാതോഡ് റേ ഈ പോകുന്ന ഈ പാത്തില് നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്യും. എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ പ്ലേസ് ചെയ്യും. നമ്മൾ ഈ ഡിസ്ചാർജ് ട്യൂബിന്റെ എവിടെയെങ്കിലും നടുക്കോ മിഡിലോ എവിടെയെങ്കിലും ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വസ്തുവിനെ നമ്മൾ പ്ലേസ് ചെയ്യും. അങ്ങനെ ഒബ്ജക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഷാഡോ ഇത് നേരെ പുറകിലാണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ സ്വാഭാവികമായും നമ്മളിങ്ങനെ നിൽക്കുന്ന ലൈറ്റ് നേരെ ഓപ്പോസിറ്റിലാണെങ്കിൽ എൻ്റെ നിഴൽ എന്താ ചെയ്യുക, നേരെ പുറകിലാണ് വരിക. ഓക്കെ അല്ലേ? ഈ സൈഡിലൊരു ലാമ്പ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ഇവിടെയാണ് ഷാഡോ കിട്ടുന്നത്. അപ്പൊ എവിടെയാണോ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് അതിന്റെ നേരെ പുറകിൽ അതിന്റെ ഷാഡോ നിഴൽ കിട്ടുന്നതിനാൽ നമുക്ക് മനസ്സിലാക്കാം ഈ കാതോഡ് റേ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മാത്രമാണ് മൂവ് ചെയ്യുക. ഒരു പക്ഷേ ഇതിങ്ങനെ വളഞ്ഞും ഒക്കെ പോകുന്നതാണ്. ഇത് ഇവിടെ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ അതിന്റെ ഷാഡോ കിട്ടണം. അപ്പൊ ഇവിടെ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഇവിടെയൊക്കെയാണ് അതിന്റെ ഷാഡോ നിഴല് കിട്ടുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ റേ എന്താ ചെയ്യുക, വളഞ്ഞും തിരിഞ്ഞും ഒക്കെ മൂവ് ചെയ്യുന്ന ഒരു റേ ആണെന്ന് നമുക്ക് പറയാം. എന്നാൽ എവിടെയാണോ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് ആ ഒബ്ജക്റ്റിന്റെ നേരെ പുറകിലാണ് എന്ത് കിട്ടുന്നത്, നിഴല് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഏരിയകളിൽ എന്താ ചെയ്യുക, ഗ്ലോ ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് എക്സ്പെരിമെന്റിലൂടെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പറയാം. ഇവിടെ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ നേരെ പുറകിൽ എന്താ ചെയ്യുക, ലൈറ്റ് ഒന്നുമില്ല, ഗ്ലോ ഒന്നുമില്ല. അപ്പൊ ഇതിന്റെ ഷാഡോ നിഴൽ എന്താ ചെയ്യുക, നേരെ പുറകിലാണ് കിട്ടുന്നത്. അപ്പൊ ഈ കാതോഡ് റേ മൂവ് ചെയ്യുന്ന പാത്തില് വഴിയില്
നമ്മൾ എന്താ ചെയ്യുക, ഒരു ഒബ്ജക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിന്റെ ഷാഡോ നേരെ പുറകിൽ കിട്ടുന്നതിനാൽ നമുക്ക് പറയാം കാഥോഡ് റേ ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു പ്രോപ്പർട്ടിയാണ്. നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വികിരണമാണ് കാഥോഡ് റേ. കാഥോഡ് റേ ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. കാഥോഡ് റേ മൂവ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്ന ഒരു റേ ആണ് ഇത് കാഥോഡ് റേ. ഓക്കെ ആണല്ലോ. കാഥോഡ് റേ ട്രാവൽ ഇൻ എ മൂവ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ ആണല്ലോ. ശരി, അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഈ കാഥോഡ് റേ മൂവ് ചെയ്യുന്ന ഈ വഴിയിൽ പാത്തിൽ ഒരു ഒബ്ജക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ ഷാഡോ നേരെ പുറകിൽ കിട്ടുന്നതിനാൽ നമുക്ക് എന്ത് പറയാം? കാഥോഡ് റേ ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇനി ഇവിടെ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഇപ്പൊ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ മുൻപിലാണ് ഷാഡോ വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പുറകു വശത്തൂടെ ലൈറ്റ് വരുന്നത് കൊണ്ടാണ് മുൻപിൽ വരുന്നത്. നമ്മുടെ നേരെ മുൻപിൽ മാത്രമാണ് ഒരു ലാമ്പ് മാത്രമാണ് ഉള്ളത്, അത് നേരെ നമ്മുടെ തൊട്ട് മുൻപിൽ മാത്രമാണെങ്കിൽ നമ്മളുടെ സ്ട്രക്ചർ, നമ്മുടെ ഷാഡോ എന്ത് ചെയ്യാം? നേരെ പുറകിലായിരിക്കും. അപ്പം നമുക്ക് എന്താ ചെയ്യാം? സാധാരണ ലൈറ്റുകൾ എന്താ ചെയ്യുക? സ്ട്രെയിറ്റ് ലൈനിൽ മാത്രമാണ് മൂവ് ചെയ്യുക. ഓക്കെ, അതുപോലെ ഈ കാഥോഡ് റേ എന്താ ചെയ്യുക? സ്ട്രെയിറ്റ് ലൈനിൽ മാത്രമാണ് മൂവ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ശരി, അതുപോലെ മറ്റൊന്നാണ് കാഥോഡ് റേ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മളൊരു പാഡിൽ നമ്മൾ ഉണ്ടാക്കും. പാഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കുക ഒരു ഫാൻ, ഒരു കറങ്ങുന്ന ഒരു വീല് നമ്മൾ ഉണ്ടാക്കുക. കറങ്ങുന്നല്ലേ നമ്മൾ ഒരു ഫാൻ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം നമ്മൾ എന്താ ചെയ്യാം? പ്ലേസ്. വളരെ കനം കൂടിയത്, വെയിറ്റ് കുറവായിരിക്കണം. അപ്പൊ ഈ കാഥോഡ് റേ മൂവ് ചെയ്യുന്ന ഈ പാത്തിൽ നമ്മളൊരു പാഡിൽ ഒരു ഫാൻ മോഡൽ കറങ്ങുന്ന ഒരു മെറ്റീരിയൽ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാഥോഡ് റേ ഈ പാഡിൽ ഈ ലീഫിലേക്ക് വീഴുമ്പോൾ ഇതങ്ങ് കറങ്ങുന്നുണ്ട്. ഓക്കെ, ഈ പെന്ന് എപ്പോഴാണ് കറങ്ങുന്നത്? ഞാൻ ഇതിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഇതെന്ത് ചെയ്യാൻ? താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. നല്ല ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ എന്താ ചെയ്ത് ഇങ്ങനെ കറങ്ങല്ല, റൊട്ടേറ്റ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഓക്കെ അല്ലേ? അതായത് ഈ കാഥോഡ് റേ ഇതിന്റെ ഈ ഫാനിന്റെ ലീഫിലേക്ക് പ്ലേസ് വീഴുമ്പോൾ എന്താ ചെയ്യാ? ഇത് കറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേക്ക് എന്താ ചെയ്യാ? മാസ് ഉണ്ട്. ഈ നല്ല വെയിറ്റ് അല്ലെ മാസ് ഉള്ളതിനാലാണ് ഇതിലേക്ക് വീഴുന്നത് കൊണ്ട് എന്താ ഇത് കറങ്ങാൻ തുടങ്ങുന്നത്. അയാൾക്ക് എന്ത് ചെയ്യാ? ലൈറ്റ് ഇല്ലെങ്കിൽ ഈ റേക്ക് എന്താ ചെയ്യാ? മാസ് ഇല്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ ലീഫ് എന്താ ചെയ്യാ? കറങ്ങാൻ പോകുന്നത്. ഈ ഫാൻ എന്താ ചെയ്യാ? കറങ്ങുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ കാഥോഡ് റേക്ക് എന്താ ചെയ്യാ? മാസ് ഉള്ള എന്തോ ഒരു സാധനമാണ്. മാസ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, മാസ് ഉണ്ട്. അപ്പം നമ്മൾ പറയാം കാഥോഡ് റേ ഈസ് ആണ് മെറ്റീരിയൽ പാർട്ടിക്കിൾ ആണെന്ന് പറയാം. കാഥോഡ് റേ ആർ മെയ്ഡ് അപ്പ് ഓഫ് എന്നാണ് മെറ്റീരിയൽ പാർട്ടിക്കിൾ. ഓക്കെ, കാഥോഡ് റേസ് എന്നാണ് മെയ്ഡ് അപ്പ് ഓഫ് എന്നാണ് മെറ്റീരിയൽ പാർട്ടിക്കിൾ. പ്രോപ്പർട്ടീസ് നമ്പർ 1 ആണ് കാഥോഡ് റേ മൂവ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അല്ലെ, കാഥോഡ് റേ ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് എന്നാണ് മെറ്റീരിയൽ പാർട്ടിക്കിൾ. ഈ കാഥോഡ് റേ എന്ന് പറയുന്നത് എന്താ ചെയ്യാ? മാസ് ഉള്ള ഒരു പാർട്ടിക്കിൾ ആണ്. മാസ് ഉള്ള പാർട്ടിക്കിൾ ആണ് ഇത് ഈ കാഥോഡ് റേ എന്ന് പറയുന്നത്. അപ്പൊ പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ, ശരി. അതുപോലെ മറ്റൊരു പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഇവിടെ നിന്നാണ് കാഥോഡ് റേ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് നമുക്ക് അറിയാമെന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ? ഇനി ഞാൻ ഈ ഡിസ്ചാർജ് ട്യൂബിന്റെ ഈ ഭാഗത്തേക്ക് ഞാൻ 2 ഇലക്ട്രോഡ് ഞാൻ കണക്ട് ചെയ്യും, ബാറ്ററിയുമായി കണക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതുവരെ നമുക്ക് ഗ്ലോ ഇവിടെയാണ് കിട്ടിയതല്ലേ? ഇവിടെയാണ് കിട്ടിയത്. ഇനി ഞാൻ ഇതിന്റെ സൈഡിൽ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ്. അപ്പൊ ഈ ഡിസ്ചാർജ് ട്യൂബിന്റെ ഈ സൈഡിൽ ഞാൻ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഗ്ലോ ഇവിടെയല്ല കിട്ടുന്നത്, ഈ ഭാഗത്താണ് ഗ്ലോ കിട്ടുന്നത്. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാഥോഡ് റേയിലേക്ക് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ കാഥോഡ് റേ എന്താ ചെയ്യുക? ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ഉള്ള ഭാഗത്താണ്
ഈ പാർട്ടിക്കിളുകൾ വീഴുന്നത്. When electric field is applied between discharge tube, cathode ray are deflected towards the positive terminal of the battery. ഓക്കെ അല്ലേ? നമ്മൾ ഈ സൈഡിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ പോസിറ്റീവ് ടെർമിനൽ എവിടെയാണോ കണക്ട് ആ ഭാഗത്താണ് ഈ കാഥോഡ് റേ ഡിഫ്ലക്ട് ചെയ്യുന്നത്, വ്യതിചലിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിന്റെ അടുത്തേക്ക് ഒരു പാർട്ടിക്കിൾ വരണമെങ്കിൽ അതിന്റെ ചാർജ് സ്വാഭാവികമായും എന്തായിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഡിസ്ചാർജ് ട്യൂബിന്റെ സൈഡ് ഈ വശങ്ങളിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ബാറ്ററി നമ്മൾ കൊടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആനോഡും കാഥോഡും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഭാഗത്താണ് ബാറ്ററിയുടെ പോസിറ്റീവ് എവിടെയാണോ പോസിറ്റീവ് ടെർമിനൽ എവിടെയാണോ കണക്ട് ചെയ്തിരിക്കുന്നത് ആ ഭാഗത്താണ് ഈ ഗ്ലോ കാണുന്നത്. അപ്പൊ സ്വാഭാവികമായും ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുള്ള ഭാഗത്തേക്ക് ഗ്ലോ കാണണമെങ്കിൽ കാഥോഡ് റേ ഡിഫ്ലക്ട് ചെയ്യണമെങ്കിൽ ഡിഫ്ലക്ട് ചെയ്യുന്നത് വ്യതിചലിക്കുക. ഡിഫ്ലക്ട് ചെയ്യുന്നത് എങ്കിൽ സ്വാഭാവികമായും ഇതിന്റെ ചാർജ് എന്തായിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പൊ നമുക്ക് പ്രോപ്പർട്ടീസ് ആയി they carry negative charge. Okay, they carry negative charge. അപ്പൊ നമ്പർ 1 ആണ് they travel in a straight line. അതെങ്ങനെയാണ് കണ്ടെത്തിയ വഴിയൊന്നും നമുക്ക് വേണ്ട. റൈറ്റ് ഡൗൺ ദി ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേ എന്നാണ് ചോദിക്കുക. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം? they travel in a straight line. ഓക്കെ അല്ലെ? ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നിഴല് നേരെ പുറകിലാണ് കിട്ടുന്നത്. they travel in a straight line. പിന്നെയോ they are made up of മെറ്റീരിയൽ പാർട്ടിക്കിൾ. അപ്പൊ അവർക്ക് എന്താ ചെയ്യാം? മാസ് ഉണ്ട്, മെറ്റീരിയൽ ആണ്, മാസ് ഉള്ള ഒരു പാർട്ടിക്കിൾ ആണ് ആര്? ഈ കാഥോഡ് പറയുന്നത്. they carry നെഗറ്റീവ് ചാർജ്. ഓക്കെ, they carry നെഗറ്റീവ് ചാർജ്. അതുപോലെ മറ്റൊരു കാര്യമാണ് ഈ കാഥോഡ് റേ പോകുന്ന വഴിയിൽ വളരെ തിന്നായിട്ടുള്ള ചില മെറ്റലുകൾ നമ്മൾ പ്ലേസ് ചെയ്യും. ചില മെറ്റലുകൾ, കനം കുറഞ്ഞ തിന്നായിട്ടുള്ള മെറ്റലുകൾ നമ്മൾ പ്ലേസ് ചെയ്യും. ഈ മെറ്റലുകളിലേക്ക് ഈ കാഥോഡ് റേ അങ്ങ് വീഴുക. കുറേ സമയം ഈ കാഥോഡ് റേ വീണ് കഴിഞ്ഞാൽ ഈ മെറ്റലുകൾ എന്താ ചെയ്യുക? ചൂടാകാൻ തുടങ്ങും. ഓക്കെ, ഈ കാഥോഡ് റേ എന്തുവാണ്? ഈ വളരെ തിന്നായുള്ള മെറ്റലിലേക്ക് വീഴുമ്പോൾ ഈ മെറ്റൽ എന്താ ചെയ്യുക? ചൂടാകാൻ തുടങ്ങും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം they produce heating effect. They produce heating effect. Okay, they travel in a straight line. They are made up of material particle. Number 3 ആണ് they carry negative charge. They produce heating effect. Okay, അവർക്ക് എന്താ ചെയ്യാം? ഹീറ്റിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ചില തിന്നായുള്ള മെറ്റലുകളിലേക്ക് എന്താ ചെയ്യാം? വീഴുമ്പോൾ എന്താ ചെയ്യാം? മെറ്റലുകൾ എന്താ ചെയ്യാം? ചൂടാകാൻ തുടങ്ങും. they produce heating effect. ഓക്കെ, അതുപോലെ ഈ മെറ്റലുകൾ വിചാരിക്കുക ടങ്സ്റ്റനോ അല്ലെ മോളിബ്ഡനോ ഒക്കെയാണെന്ന് വിചാരിക്കുക. വളരെ തിന്നായുള്ള ടങ്സ്റ്റൻ ഫോയിലോ അല്ലെങ്കിൽ മോളിബ്ഡനം ഫോയിലോ, മോളിബ്ഡനം എന്ന് പറഞ്ഞാൽ മെറ്റലിന്റെ, മോളിബ്ഡനം എന്ന എലമെന്റിന്റെ മെറ്റലിലൊക്കെയാണ് ഈ കാഥോഡ് റേ വീഴുന്നത് എങ്കിൽ ഇതിൽ നിന്ന് എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. They produce X-ray when strike on a thin metal of tungsten or molybdenum etc. Tungsten മെറ്റലിന്റെ മുകളിലോ അല്ലെങ്കിൽ മോളിബ്ഡനം മെറ്റലിന്റെ മുകളിലോ എന്താ ചെയ്യാം? ഈ കാഥോഡ് റേ വീഴുമ്പോൾ എന്താ ചെയ്യാം? കാഥോഡ് റേ വീഴുമ്പോൾ എന്ത് റേ പ്രൊഡ്യൂസ്? എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. They produce X-ray when strike on thin metal of tungsten or tungsten, molybdenum etc. ടങ്സ്റ്റന് അതുപോലെ മോളിബ്ഡനം ഇങ്ങനെയുള്ള മെറ്റലിലേക്ക് എന്ത് ചെയ്യാം? ഈ കാഥോഡ് റേ വീഴുമ്പോൾ, സ്പൈക്ക് ചെയ്യുമ്പോൾ, ഇടിക്കുമ്പോൾ എന്താണ്? എക്സ്റേ ലൈറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്പർ 1 പ്രോപ്പർട്ടീസ് ആണ് they travel in a straight line, they are made up of material particle, they carry negative charge,
they produce heating effect, they produce X-ray when strike on a thin metal of non-tungsten, molybdenum, etc. ഓക്കെ, ശരി. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞ്. ഈ കാഥോഡ് റേക്ക് എന്തുവാണ്? ചാർജ് ഉണ്ട്. അതുപോലെ സെക്കൻഡ് പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞ് കാഥോഡ് റേക്ക് എന്താ ചെയ്യുക? മാസ് ഉണ്ട് എന്ന് പറഞ്ഞ്. ഓക്കെ അല്ലേ? അപ്പൊ ഇയാൾക്ക് ചാർജ് ഉണ്ട്, അതുപോലെ ഇതിന് മാസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ പാർട്ടിക്കിളിന്റെ ചാർജ് ബൈ മാസ് റേഷ്യോ, ചാർജിന്റെയും മാസിന്റെയും റേഷ്യോനെ നമ്മൾ E/m എന്ന് പറയും. ചാർജ് ടു മാസ് റേഷ്യോ അല്ലെങ്കിൽ E/m റേഷ്യോ. ഓക്കെ, അപ്പോൾ ചാർജ്, അപ്പോൾ ഈ കാഥോഡ് റേക്ക് എന്താ ചെയ്യുക? ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ മാസ് ഉണ്ട്. അപ്പൊ ചാർജ് ബൈ മാസ് നമ്മൾ കാണുന്നു. ചാർജ് ബൈ മാസ് റേഷ്യോ അല്ലെങ്കിൽ E/m റേഷ്യോ. ഓക്കെ, നമ്മൾ ഇതിലേക്ക് ഡിസ്ചാർജ് ട്യൂബിലേക്ക് ഹൈഡ്രജൻ ഗ്യാസ് നമ്മൾ ഫില്ല് ചെയ്യുക, അതുപോലെ ഓക്സിജൻ ഗ്യാസ് നമ്മൾ ഫില്ല് ചെയ്യുക, നൈട്രജൻ ഗ്യാസ് ഫില്ല് ചെയ്യുക. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ ഗ്യാസ് നമ്മൾ ഫില്ല് ചെയ്യും. എന്നിട്ടൊക്കെ നമ്മൾ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ട് അതിന്റെ ചാർജ് ബൈ മാസ് റേഷ്യോ നമ്മൾ കാണുക. അപ്പൊ ഈ ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്തിട്ട് ഈ ചാർജ് ബൈ മാസ് റേഷ്യോ കണ്ടുപിടിക്കുക, ഓക്സിജൻ ഗ്യാസ് ഫില്ല് ചെയ്യുക, ചാർജ് ബൈ മാസ് റേഷ്യോ കണ്ടുപിടിക്കുക, നൈട്രജൻ ഗ്യാസ് ഫില്ല് ചെയ്യുക, ചാർജ് ബൈ മാസ് റേഷ്യോ കണ്ടുപിടിക്കുക. എല്ലാവർക്കും ഒരേ വാല്യൂ ആണ് കിട്ടുക. E/m ratio, charge to mass ratio, is independent of nature of gas inside the discharge tube. ഈ ഡിസ്ചാർജ് ട്യൂബിൽ എന്താ ചെയ്യുക? നമ്മൾ വ്യത്യസ്തങ്ങളായ ഗ്യാസുകൾ നമ്മൾ ഫില്ല് ചെയ്യുക. ഈ ഡിസ്ചാർജ് ട്യൂബിലേക്ക് എന്താ ചെയ്യുക? വ്യത്യസ്തങ്ങളായ ഗ്യാസ് നമ്മൾ ഫില്ല് ചെയ്യുക. എന്നിട്ട് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് ചാർജ് ബൈ മാസ് റേഷ്യോ നമ്മൾ കണ്ടെത്തുക. ഇപ്പൊ ചാർജ് ബൈ മാസ് റേഷ്യോ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ എല്ലാ ഗ്യാസിന്റെയും ചാർജ് ബൈ മാസ് റേഷ്യോ എന്തുവാണ്? സിമിലർ ആണെന്ന് പറയും. അപ്പൊ ഇതിൽ എന്ത് ഗ്യാസ് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ ചാർജും അത് പാർട്ടികളുടെ കാഥോഡ് റേയുടെ മാസും ചാർജും എന്താ ചെയ്യുക? ചേഞ്ച് ചെയ്യത്തില്ല. ചാർജ് ബൈ മാസ് റേഷ്യോ ഇൻഡിപെൻഡന്റ് ഓഫ് നാച്ചർ ഓഫ് ഗ്യാസ് ആണ്. അപ്പൊ പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേ ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, they are made up of material particles, they carry negative charge, they produce heating effect, they produce X-ray when strike on a thin metal of tungsten, molybdenum, etc. Charge to mass ratio is independent of nature of gas. ഇതിലുള്ള ഗ്യാസ്, എന്ത് ഗ്യാസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ചാർജിനോ മാസിനോ ഒരു മാറ്റവും വരത്തില്ല. ഓക്കെ, അതുപോലെ മറ്റൊന്നാണ് നമ്മൾ ഫോട്ടോഗ്രാഫിക് ഫിലിം ഇല്ലേ, ഇപ്പൊ ഫോട്ടോഗ്രാഫ് ഫിലിം ഒന്നും ഇല്ല, ഇപ്പൊ എല്ലാം ഡിജിറ്റൽ ക്യാമറയാണ്. പണ്ടൊക്കെ കുറച്ചു കാലം മുൻപേയൊക്കെ ആണെങ്കിൽ ഫിലിം നിറച്ചുകൊണ്ടുള്ള ക്യാമറ ഒക്കെയാണ് ഫോട്ടോ എടുക്കുക അല്ലേ. അപ്പോൾ ഫിലിമിലേക്ക് എന്താ ചെയ്യുക? ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഫിലിം ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാറി. ഓക്കെ അല്ലേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അങ്ങനെയാണ് നമുക്ക് ഫോട്ടോ ഒക്കെ കിട്ടുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ ആയതുകൊണ്ട് അങ്ങനെയല്ല ഫോട്ടോ. അപ്പൊ നമ്മൾ ഒരു ഫോട്ടോഗ്രാഫ് ഫിലിമിലേക്ക് എന്ത് ചെയ്യാം? ഈ കാഥോഡ് റേയിനെ നമ്മൾ വീഴുന്നത്. അപ്പോൾ ഫോട്ടോഗ്രാഫ് ഫിലിമിലേക്ക് കാഥോഡ് റേ വീണ് കഴിഞ്ഞാൽ ആ ഫോട്ടോഗ്രാഫ് ഫിലിം എന്താ ചെയ്യുക? അങ്ങ് ബ്ലാക്ക് ആൻഡ് ആയി മാറും. സാധാരണ ലൈറ്റ് ഫിലിമിലേക്ക്, ഫോട്ടോഗ്രാഫ് ഫിലിമിലേക്ക് വീണ് കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് ആയി കറുത്ത് പോകുന്നത് മോഡൽ, അങ്ങനെ ബ്ലാക്ക് ആൻഡ് ആയി മാറുന്നതിന് ഭാഗമായിട്ടാണ് നമുക്ക് ഫോട്ടോ നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് സ്റ്റുഡിയോ എന്നൊക്കെ നമുക്ക് ഫോട്ടോ ഒക്കെ കിട്ടുന്നത്, അങ്ങനെയാണ്. അപ്പൊ എന്താ ആവട്ടെ, അപ്പൊ സാധാരണ ഫോട്ടോഗ്രാഫ് ഫിലിമിലേക്ക് ലൈറ്റ് വീണ് കഴിഞ്ഞാൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്, അതേ ചേഞ്ചസ് തന്നെ കാഥോഡ് റേ ഫോട്ടോഗ്രാഫ് ഫിലിമിൽ വീണ് കഴിഞ്ഞാലും ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കണം? ഈ കാഥോഡ് റേ എന്താ ചെയ്യുക? ലൈറ്റിന്റെ ചില പ്രോപ്പർട്ടീസുകളൊക്കെ ഉണ്ടെന്നാണ് അതിന്റെ ഇൻഡയറക്റ്റ് ആയ മീനിങ്. ഇപ്പൊ സാധാരണ ലൈറ്റുകൾ ഫോട്ടോഗ്രാഫ് ഫിലിമിലേക്ക് വീണ് കഴിഞ്ഞാൽ അത് സ്പോയിൽ ചെയ്യപ്പെടുന്നതാണ്. സ്പോയിൽ, ബ്ലാക്ക് ആൻഡ് ആയി മാറുക എന്ന് പറഞ്ഞാൽ അത് നശിച്ചു പോകുന്നു, ഫോട്ടോഗ്രാഫ് ഫിലിമിന്റെ പ്രോപ്പർട്ടീസുകൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്നാണ്. അതേപോലെ
സാധാരണ ലൈറ്റുകൾ ഫോട്ടോഗ്രാഫ് ഫിലിമിലേക്ക് വീണ് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രോപ്പർട്ടീസുകളാണ്, എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്, അതേ ചേഞ്ചസുകൾ എന്താ ചെയ്യുക, ഈ കാഥോഡ് റേ എന്താ ചെയ്യുക, ഫോട്ടോഗ്രാഫ് ഫിലിമിൽ വീണ് കഴിഞ്ഞാലും എന്താ ചെയ്യുക, മാറുന്നുണ്ട്. അപ്പോൾ ഇതേ എഫക്റ്റ് എന്നാണ് ഫോട്ടോഗ്രാഫിക് ഫിലിം. അപ്പൊ ഇവിടെ ഞാൻ ഒരു 7 കാര്യങ്ങളൊക്കെ എന്തുവാണ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ശരി. അപ്പൊ ഇതിൽ നമുക്ക് ഒരു മിനിമം ഒരു 3-4 കാര്യങ്ങളൊക്കെ എന്തായാലും ബൈ ഹാർട്ട് ആയിരിക്കണം. ഇനി എല്ലാം തന്നെ ഇത് വളരെ സിമ്പിളായ കാര്യമാണ്. ഇനി എല്ലാം തന്നെ പഠിക്കാനും ഇതിൽ പ്രയാസമൊന്നുമില്ല, വളരെ സിമ്പിളായ കാര്യങ്ങളാണ്. അപ്പം മിനിമം ഒരു 4-5 കാര്യങ്ങളൊക്കെ എന്തായാലും വേണം. അപ്പം നമ്മോട് പറയാം, റൈറ്റ് ഡൗൺ ദ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേ എന്നാണ് ചോദിക്കുക. റൈറ്റ് ഡൗൺ ദ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് ചോദിക്കാം. അപ്പം നമുക്ക് ബൈ ഹാർട്ട് ആയിരിക്കണം. അപ്പം എന്തുവാണ്, സിമ്പിൾ വേർഡാണ്, സിമ്പിൾ സെന്റൻസ് ആണ്. അപ്പൊ ഈ സിമ്പിളായ സെന്റൻസ് തന്നെ മതി. ദേ ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈന്, ദേ ആർ മേഡ് അപ്പ് ഓഫ് എന്നാണ് മെറ്റീരിയൽ പാർട്ടിക്കിൾ. അപ്പൊ എങ്ങനെയാണ് കണ്ടെത്തിയെന്നുള്ള കാര്യം നമുക്ക് ആവശ്യമില്ല. ദേ ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈന്, ദേ മേഡ് അപ്പ് ഓഫ് എന്നാണ്, ദേ ആർ മേഡ് അപ്പ് ഓഫ് എന്നാണ് മെറ്റീരിയൽ പാർട്ടിക്കിൾ. പിന്നെന്താണ്, ദേ ക്യാരി നെഗറ്റീവ് ചാർജ്. പിന്നെന്തുവാണ്, ദേ പ്രൊഡ്യൂസ് എന്നാണ് ഹീറ്റിംഗ് എഫക്റ്റ്. പിന്നെ എന്തുവാണ്, ദേ പ്രൊഡ്യൂസ് എന്നാണ് എക്സ്റേ വെൻ സ്ട്രൈക്ക് ഓൺ എ തിൻ മെറ്റൽ ഓഫ് എന്നാണ് ടങ്സ്റ്റൺ മോളിബൻ എക്സെട്ര. അത് സെന്റൻസ് ലെങ്തി ആയി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. പിന്നെന്തുവാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചാർജ് ടു മാസ് റേഷ്യോ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എന്നാണ് നേച്ചർ ഓഫ് ഗ്യാസ്. പിന്നെ ദേ എഫക്റ്റ് എന്നാണ് ഫോട്ടോഗ്രാഫി ഫിലിം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തായാലും നിർബന്ധമായും നമുക്ക് ആവശ്യമാണ്. ഓക്കെ അല്ലേ? ശരി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കൃത്യമായി ആവശ്യമാണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഈ കാഥോഡ് റേയുടെ ഈ പ്രോപ്പർട്ടീസിന്റെ അടിസ്ഥാനത്തിൽ സയന്റിസ്റ്റുമാർ പറയുന്നു ഈ കാഥോഡ് റേക്ക് ചാർജ് ഉണ്ട്, അതുപോലെ മാസ് ഉണ്ട്. ബേസ്ഡ് ഓൺ ദി പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേസ് ആർ എന്നാണ് ആക്ച്വലി എന്തുവാണ്, ഇലക്ട്രോൺ ആണെന്നാണ് പറയുന്നത്. അതിനൊരു പേര് കൊടുക്കും. അപ്പൊ ഇലക്ട്രോണിനെ കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ എന്ന സയന്റിസ്റ്റ് ആണ്. ഓക്കെ അല്ലേ? ബേസ്ഡ് ഓൺ ദി പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേസ് ആർ ആക്ച്വലി എന്നാണ് ഇലക്ട്രോൺസ് ആണെന്നാണ് സയന്റിസ്റ്റുമാർ പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിനെ കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ എന്ന സയന്റിസ്റ്റ് ആണ്. എന്നാൽ ഇലക്ട്രോണിന് ആ ഇലക്ട്രോൺ എന്ന പേര് കൊടുത്തിരിക്കുന്നത് സ്റ്റോണി എന്ന സയന്റിസ്റ്റ് ആണ്. ദ നെയിം ഇലക്ട്രോൺ വാസ് പ്രൊപ്പോസ്ഡ് ബൈ എന്നാണ് സ്റ്റോണിയാണ്. അപ്പോൾ പാർട്ടിക്കിളിനെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ജെ തോംസൺ ആണെങ്കിൽ കൂടി ഇലക്ട്രോൺ എന്നൊരു പേര് കൊടുത്തിരിക്കുന്നത് സ്റ്റോണി എന്ന സയന്റിസ്റ്റ് ആണ്. ഓക്കെ. അപ്പൊ ഇലക്ട്രോണിന്റെ ചാർജ് ഉണ്ട്. അപ്പൊ ചാർജ് നെഗറ്റീവ് ചാർജ് ആണെന്നുള്ള കാര്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ കൂടി അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും. ഓക്കെ. അതിന് നെഗറ്റീവ് ചാർജ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ് പോസിറ്റീവ് ടെർമിനലിലുള്ള ബാറ്ററിന്റെ അടുത്തേക്ക് ഡിഫ്ലക്ട് ചെയ്യപ്പെടുന്നത് കൊണ്ട് അതിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അപ്പൊ ചാർജ് ആണെങ്കിൽ കൂടി അതിനൊരു മാഗ്നിറ്റ്യൂഡ് അളവുകൾ ഉണ്ടാവും. -1 ആണോ, -2 ആണോ, -3 ആണോ എന്നൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിൽ ചാർജ് മാഗ്നിറ്റ്യൂഡ് കണ്ടെത്തിയത് R.A. മില്ലിക്കൺ എന്ന സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റിലൂടെയാണ് കണ്ടെത്തി. മില്ലിക്കൺ ഓയിൽ ഡ്രോപ്സ് എക്സ്പെരിമെന്റിലൂടെയാണ് ചാർജ് ഓൺ ദി ഇലക്ട്രോൺസ് ഫൗണ്ട് ഔട്ട് ബൈ R.A. മില്ലിക്കൺ ഇൻ ഹിസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. അപ്പൊ ചാർജ് നമുക്ക് വേണം പഠിക്കണം. ചാർജ് ഓഫ് ഇലക്ട്രോൺ -1.6 into 10⁻⁻⁹ കൂളം. സി എന്ന് പറഞ്ഞാൽ കൂളോം എന്നാണ് മീൻ. മലയാളത്തിൽ നമ്മൾ ഇങ്ങനെയാണ്. അപ്പൊ ലെങ്ത് യൂണിറ്റ് സെന്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ എന്നൊക്കെ പറയുന്ന പോലെ ചാർജിന്റെ യൂണിറ്റ് ആണ് സി ആണ്, കൂളോം ആണ്. അപ്പം ചാർജ് നെഗറ്റീവ് ആണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 1.6 into 10⁻⁻⁹ കൂളോം ആണ്. അപ്പം ചാർജ് ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? -1.6 into 10⁻⁻⁹ കൂളോം. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് പറയുക. അപ്പോൾ ചാർജ് ഓഫ് ഇലക്ട്രോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 1.6 into 10⁻⁻⁹ കൂളോം എന്നാണ് നമുക്ക് വേണ്ടത്.
ഓക്കെ അല്ലേ? അതുപോലെ അടുത്താണ് മാസ് ഓഫ് ഇലക്ട്രോൺ. ഇതും നമ്മൾ ബൈ ഹാർട്ട് ആയിരിക്കണം. ദേ ആർ മെറ്റീരിയൽ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, മെറ്റീരിയൽ പാർട്ടിക്കിൾ ആണ്. അപ്പൊ മാസ് ഉണ്ടെന്ന് പറഞ്ഞ്, അപ്പൊ മാസിന്റെ വാല്യൂ കൂടി പഠിക്കണം. 9.1 into 10⁻³ കിലോഗ്രാം. അല്ലെ, മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 into മാസ് ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു 9.1 into 10⁻³ കിലോഗ്രാം ആണ്. നമുക്കറിയാം ഈ കിലോഗ്രാമിന് നമ്മൾ യൂണിറ്റിലേക്ക് മാറ്റുമ്പോൾ 9.1 into 10⁻28 ഗ്രാം എന്ന് കൂടി നമുക്ക് ഇവിടെ പറയാം. ഓക്കെ അല്ലേ? ശരി. അതുപോലെ നമ്മൾ നേരത്തെ ഒരു ചാർജ് ബൈ മാസ് എന്ന് നമ്മൾ പറഞ്ഞു, E/m റേഷ്യോ. ഇലക്ട്രോണിന്റെ E/m റേഷ്യോ കണ്ടുപിടിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞ തോംസൺ ആണ്. അല്ലേ? തോംസൺ എന്ന സയന്റിസ്റ്റ് ആണ് E/m റേഷ്യോ കണ്ടെത്തിയിരിക്കുന്നത്. E/m റേഷ്യോ എന്ന് പറഞ്ഞാൽ E എന്ന് പറഞ്ഞാൽ ചാർജ് ആണ്. ചാർജ് എത്രയാണ്? 1.6 into 10⁻19 കൂളം ഡിവൈഡ് ബൈ മാസ് എത്രയാണ്? 9.1 into 10⁻28 ഗ്രാം. 9.1 into 10⁻28 ഗ്രാം. ഇത് നമ്മൾ സോൾവ് ചെയ്യാം. ഇത് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു നമ്പർ കിട്ടും. 1.76 into 10⁻8 കൂളോം പെർ ഗ്രാം. ഈ നമ്പർ നമ്മൾ ബൈ ഹാർട്ട് ആയിരിക്കണം. ഓക്കെ അല്ലേ? E/m റേഷ്യോ ഓഫ് ഇലക്ട്രോൺ. E/m റേഷ്യോ ഓഫ് ഇലക്ട്രോൺ 1.76 into 10⁻8 കൂളോം ബൈ ഗ്രാം. ഓക്കെ അല്ലേ? അപ്പൊ ചില കാര്യങ്ങളാണ്. ഇലക്ട്രോണിനെ കണ്ടെത്തിയാരാണ്? J. തോംസൺ എന്ന സയന്റിസ്റ്റ് ആണ്. ദ നെയിം ഇലക്ട്രോൺ വാസ് പ്രൊപ്പോസ്ഡ് ബൈ എന്നാണ് സ്റ്റോണി ആണ്. ചാർജ് ഓഫ് ഇലക്ട്രോൺ ഈസ് ഡിസ്കവേർഡ് ബൈ എന്നാണ് R.A. മില്ലിക്കൺ ഇൻ ഹിസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. ചാർജ് എത്രയാണ്? മൈനസ് ചാർജ് ആണ്. എന്നാൽ കൂടി മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 1.6 into 10⁻19 കൂളം ആണ്. ചാർജ് ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? -1.6 into 10⁻19 കൂളം ആണ്. മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 into 10⁻31 കിലോഗ്രാം അല്ലെങ്കിൽ -28 9.1 into 10⁻28 ഗ്രാം ആണ്. ചാർജ് ടു മാസ് റേഷ്യോ കണ്ടുപിടിക്കാൻ എക്സ്പെരിമെന്റ് നടത്തിയത് J. തോംസൺ എന്ന സയന്റിസ്റ്റ് ആണ്. ഇത് നമ്മൾ ചാർജ് ബൈ മാസ് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 1.76 നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന നമ്പർ 1.76 into 10⁻8 കൂളോം പെർ ഗ്രാം. ഓക്കെ. ഇനി ചെറിയൊരു കാര്യം കൂടി നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിഫൈൻ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ, ഇലക്ട്രോൺസ് ആണ് എല്ലാ സാധനത്തിന്റെയും ഫണ്ടമെന്റലായ പാർട്ടിക്കിൾ. ഓക്കെ അല്ലേ? ഫണ്ടമെന്റൽ ഇലക്ട്രോൺസ് ആണെന്നാണ് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ഓഫ് എന്നാണ്. ഇതിനെ നമ്മൾ യൂണിറ്റ് നെഗറ്റീവ് ചാർജ് എന്നാണ് പറയുന്നത്. അപ്പൊ 1.6 into 10⁻19 കൂളമിന് നമ്മൾ ഒരു യൂണിറ്റ് എന്നാണ് പറയുക. ഒരു യൂണിറ്റ് ചാർജ് എന്നാണ് ഒരു യൂണിറ്റ് എന്നാണ് പറയുക. ഒരു യൂണിറ്റ് ചാർജ് ഉള്ള ഇലക്ട്രോൺസ് ആണെന്നാണ് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ഓഫ് 1 യൂണിറ്റ് നെഗറ്റീവ് ചാർജ്. മാസ് എത്രയാണ്? 9.1 into 10⁻28 ടൺ ആണ്. ഇത് ഏകദേശം ഒരു ഹൈഡ്രജന്റെ മാസ് എത്രയാണോ ആ ഹൈഡ്രജന്റെ മാസിന്റെ 1/1837 ഗ്രാം ആണ്. ഒരു ഹൈഡ്രജന്റെ മാസ് എത്രയാണോ ഒരു ഹൈഡ്രജന്റെ മാസിന് 1837 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വാല്യൂ ആണ് കിട്ടുക? ആ വാല്യൂ ഇന്നൊരു ഹൈഡ്രജന്റെ മാസിനെ നമ്മൾ 1837 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് കിട്ടുക. അപ്പോൾ ഇലക്ട്രോണിനെ ഡിഫൈൻ ചെയ്യുക എങ്ങനെയാണ്? ഇലക്ട്രോൺസ് എന്നാണ് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ഓഫ് എന്നാണ് യൂണിറ്റ് നെഗറ്റീവ് ചാർജ് ആൻഡ് ഹാവിംഗ് മാസ് ഈസ് ഈക്വൽ ടു 1/1837 ഗ്രാം ഓഫ് എന്നാണ് ഹൈഡ്രജൻ ആറ്റം. ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് എത്രയാണോ ആ ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന്റെ 1/1837 ആണ് വരുന്നത്. അപ്പൊ ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ്
എത്രയാണോ ആ ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന്റെ 1837 ഒരു ഭാഗമാണ് ഇതിന്റെ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇലക്ട്രോണിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇലക്ട്രോൺ ഈസ് എ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് carrying യൂണിറ്റ് നെഗറ്റീവ് ചാർജ് ആൻഡ് മാസ് നിയർലി ഈക്വൽ ടു 1/1837 നിയർലി ഈക്വൽ ടു ഓഫ് മാസ് ഓഫ് ഹൈഡ്രജൻ. ഓക്കെ, ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന്റെ 1/1837 ആണ് വരുന്നത്. അത് ഗ്രാമാണ് ഗ്രാം, അല്ലെങ്കിൽ കിലോഗ്രാം ആണ് കിലോഗ്രാം. അതിലെ യൂണിറ്റ് പറയേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പം ഇലക്ട്രോണിനെ കണ്ടെത്തിയിരിക്കുന്നത് എന്തുവാണ്? ജെ തോംസൺ എന്ന സയന്റിസ്റ്റ് ആണ്. അതിന്റെ പേര് കൊടുത്തിരിക്കുന്നത് സ്റ്റോണി എന്ന സയന്റിസ്റ്റ് ആണ്. പിന്നെ അതിന്റെ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് കണ്ടെത്തിയിരിക്കുന്നത് ആരാണ്? RA മില്ലിക്കൺ എന്ന സയന്റിസ്റ്റ് ആണ്. മാസ് 9.1 × 10⁻⁻28 ഗ്രാം ആണ്. ചാർജ് ടു മാസ് റേഷ്യോ കണ്ടുപിടിക്കാൻ എക്സ്പെരിമെന്റ് നടത്തിയത് തോംസൺ എന്ന സയന്റിസ്റ്റ് ആണ്. ജെ തോംസൺ ആണ്. 1.76 × 10⁸8 കൂളോം പെർ ഗ്രാം ആണ്. അപ്പം ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജന്റെ മാസ് എത്രയാണോ അതിന്റെ 1837 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ എത്രയാണ് അത് തന്നെയാണ് ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇലക്ട്രോണിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. ഓക്കെ, അപ്പൊ ഇതിന്റെ നോട്ട്സ് ഒക്കെ ഞാൻ അയച്ചു തരുന്നുണ്ട്. വാട്സപ്പ് ചെയ്യാം. എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാട്സപ്പോ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പ്രിന്റഡ് മെറ്റീരിയലോ നമുക്ക് ചെയ്യാം. ഇനി മറ്റൊരു കാര്യം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിലേക്ക് പഠിച്ചു വന്നിരിക്കണം. ഓക്കെ, കാര്യങ്ങളൊക്കെ എന്താ ചെയ്യുക, കൃത്യമായിട്ട് അതാത് ക്ലാസ്സുകളിൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. ഓക്കെ.